അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു ദോശൻ്റെ റെസിപ്പി പറയുമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ പറയാതിരിക്കുമോ, നമ്മളെ വീട്ടിൽ എന്നും ദോശയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞാണ് ദോശ ഇടക്കൊന്ന് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ നമ്മൾ ഓട്ടടാക്കിയത് കേട്ടോ. അപ്പോൾ എന്താണ് എന്നും ദോശ ചുടുന്നത് ചോദിച്ചാൽ എൻ്റെ മകൻക്ക് ദോശ അല്ലാതെ വേറെ ഒന്നും ഇഷ്ടമല്ല, പിന്നെ പൊറാട്ട ആവണം, അതാണ് എനിക്ക് പിന്നെ ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇതാ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് നമ്മൾ പിറ്റേ ദിവസം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ ദോശമാവ് ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം കട്ടിക്കുമല്ല, എന്നാൽ ഭയങ്കര വെള്ളം ഏറിയിട്ടും പോവരുത്. അപ്പോൾ ഇതാ അത് പാകമാക്കിയിട്ട് ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒഴിച്ച് കാണിക്കണ ഈ ഒരു പരുവത്തിൽ എടുക്കട്ടെ. ഇനി അതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ദോശ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിവിടെ ദോശയാണ്. അപ്പോൾ പല സ്ഥലത്തേക്കും പല പേരുമല്ലേ പറയല്. ചിലയിടത്ത് നീർദോശ എന്ന് പറയും, ചിലയിടത്ത് അപ്പം എന്ന് പറയും, ചിലയിടത്ത് ശീയപ്പം എന്ന് പറയും. അങ്ങനെ പല പേരുകളാണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ് പേര് പഠിച്ചോനെ ഈ ഒരു ദോശയൊക്കെ ഉണ്ടെന്ന് പഠിച്ചോനക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ പിന്നെ ഇനി അടുത്തത് തീ പിടിപ്പിക്കാനൊക്കെ പോവാണ്. അപ്പോൾ അത് ആ തീയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയാൽ നമുക്കിനി വേഗം തന്നെ ഷാഷി എന്നൊക്കെ പറഞ്ഞിട്ട് ദോശ അങ്ങോട്ട് ചുട്ടെടുക്കാട്ടോ. അപ്പോൾ കൂട്ടുകാരോട് എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മൾ മുത്തുമണിയാളൊക്കെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തരിക. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ നമുക്ക് കമൻറ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ ദോശയൊക്കെ ഇതാ ചട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചൂടായി കിട്ടട്ടെ. അപ്പോൾ നമുക്ക് ദോശ ഇനി എണ്ണ അങ്ങനെ തടവി കൊടുക്കണമല്ലോ, അതിന് നമുക്കൊരു സംഭവം എടുക്കാനുണ്ട്. വേറെ ആരുമല്ല, നമ്മളെ വായക്കുട്ടനെ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ദോശച്ചട്ടിയിൽ ഇതാ ഇങ്ങനെ ഒരു വായൻ്റെ തണ്ടാണ് ഇട്ടെടുക്കുക. എന്നിട്ട് അതൊന്ന് കത്തിയോണ്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഓയിലാണ് എടുക്കുന്നത്. ഞങ്ങൾ ഈ ചട്ടിക്ക് വെളിച്ചെണ്ണ പറ്റൂല കേട്ടോ, ഓയിൽ മാത്രമേ പറ്റുള്ളൂ. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മാത്രം കിട്ടുള്ളൂ. പിറ്റേ ദിവസം മുതൽ ആശാൻ്റെ എടുത്തുനിന്ന് ഒരു ദോശ പോലും നല്ലപോലെ കിട്ടൂല, ഒക്കെ കീറി പരിവാവൂട്ടോ. അങ്ങനെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ഓയിൽ മാത്രമാണ് പറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ മാത്രമേ ഇതിൽ യൂസ് ആക്കലുള്ളൂ. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മളെ വായൻ്റെ തണ്ടുകൊണ്ട് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം മൂടി ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ തന്നെ അതാ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ടാവും കേട്ടോ, വേഗം കിട്ടും നമുക്ക്. അപ്പോൾ ദോശ അങ്ങനെ ചുട്ടെടുക്കുകയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുട്ടതിന് ശേഷം കുറച്ച് ദിവസം പിന്നെ ചട്ടി കേടാവും കേട്ടോ. നമ്മളറിയാതെ ഇപ്പോൾ ഓയിൽ എടുക്കുന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മുട്ടൊക്കെ ഒന്ന് പൊരിച്ചിട്ട് കുറച്ച് ദിവസം ഓയിലൊക്കെ ഒന്ന് തടവി വെച്ചിട്ട് പിന്നെ ചുട്ടാൽ അത് ശരിയാവും. പിന്നെ ദോശയ്ക്ക് കറിയായിട്ട് ഇന്നതാ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വലിയൊരു കൊള്ളി ഇത് ചിക്കൻ കറിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ 2 ചെറിയ കൊള്ളിയും വെച്ച് കൊടുത്തിക്കാണ്ട് എൻ്റെ ഉമ്മാൻ്റെ കൂടിയിട്ട് എല്ലാവരും കൂടെ വീഡിയോ കോൾ ചെയ്യുന്നു കേട്ടോ. അധികം ശ്രദ്ധിക്കാൻ പോയി, ഞാൻ മുറ്റടിക്കാനും പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ ഇനി ചട്ടിൻ്റെ അടിയിൽ അങ്ങോട്ട് പിടിച്ചേക്കണ ചിക്കൻ കറി. അപ്പം ഇന്ന് കരിഞ്ഞ കറിയും കൂട്ടിയിട്ട് ദോശയൊക്കെ അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ആ ഇരിക്കുന്ന കൊള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു കൊള്ളിയാണ് കേട്ടോ. അത് മിഞ്ഞാന്ന് ഞാൻ വെച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി ഇന്നാണ് വെക്കണത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു ഇറങ്ങണം എന്ന്. ഞാനിങ്ങനെ ഫോണിൽ കമൻറ്റൊക്കെ നോക്കിയിരുന്നപ്പോൾ 11 മണി ആയതെന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ 11 മണിയാകുമ്പോൾ കഴിച്ചിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ ആണെങ്കിലോ ചോറ് അടുപ്പത്തായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ആങ്ങളൻ്റെ വീട്ടിലേക്ക് പോയി. അവിടേക്ക് എല്ലാവരും വന്നിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ചോറ് ഇന്ന് അവിടെ സാമ്പാറും പപ്പടും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നിട്ട് ഞങ്ങളിതാ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കാണ് കേട്ടോ. 3 ആങ്ങളമാരെ കെട്ടിയോൾമാരും ഉണ്ട്, ഓലെ കുട്ടികളും ഉണ്ട്. ഇതിൽ ഒരാങ്ങളൻ്റെ ഒരു കുട്ടിയില്ല കേട്ടോ. മൂത്ത കുട്ടിയോ തെറസ്ക്ക് പോയിക്കണ്, ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. പിന്നെ എൻ്റെ കുട്ടിയുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങളിതാ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് 2ാമത്തെ ആങ്ങളൻ്റെ വീട്ടിലേക്കാണ്. ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ എടുത്തെടുത്താണ്. പക്ഷേ ഈ 2ാമത്തെ ആങ്ങള മാത്രം കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ താഴോട്ട് അങ്ങനെ വഴിയുണ്ട് ഓലോടക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പോണ വഴിയിൽ പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ്, എന്തെങ്കിലും കണ്ടാൽ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുക, വീഡിയോ എടുക്കുക, എന്തെങ്കിലും പൂക്കളൊക്കെ കണ്ടാക്കുക, അതൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോവാണ്. ഇതൊക്കെ ഇങ്ങനെ ഇറക്കമായതുകൊണ്ട് നല്ല സുഖമാണ് ഇറങ്ങി പോവാൻ. പക്ഷേ ഇങ്ങോട്ട് കയറാൻ അതൊന്നൊന്നര കയറ്റം തന്നെയാണ് കേട്ടോ. കയറാൻ ഈ പോണ സുഖമൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ പണി എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി ഇട്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ആ കുടുക്കയിൽ കാണിച്ചല്ലോ, അത് മൊത്തം തിളപ്പിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അത് വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് തിളച്ചിട്ട് വേണം ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ. 11 മണിയായപ്പോൾ ഇന്നെന്താണെന്നാവോ ഇങ്ങനെ സമയം പോയി എനിക്ക് തന്നെ അറിയില്ല.
പെട്ടെന്ന് അങ്ങോട്ട് സമയം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇതാണ് ഓല വീട്ടിലേക്ക് എത്താനുള്ള, ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഇത് അവിടേക്ക് എത്തിയിട്ടാ. ഈ സ്ഥലത്തിന് പറയൽ മൂലാഞ്ചോല എന്നാണ്. നമ്മളെ വീടുള്ളത് പള്ളിക്കണ്ടം. ഒക്കെ ഇങ്ങനെ ഓരോ പേരാണ് കേട്ടോ. ആരും കേട്ടിട്ട് ചിരിക്കൊന്നും വേണ്ട. അപ്പം നടന്ന് ക്ഷീണിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞാനിത് അവിടെ ഒന്ന് ഇരുന്നിട്ടുണ്ട്. ഹൈസുക്കുട്ടി ഭാഗ്യത്തിന് ഇന്ന് എന്താണോ അവൻ എടുക്കാനൊന്നും പറയണില്ല കേട്ടോ. ഓൻ ഒറ്റയ്ക്ക് തന്നെ ഒരു കുടയും പിടിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ നടന്ന് സ്പീഡ് കൂട്ടി നടന്നിട്ട് കാലൊന്നാട് പൊന്തിച്ചപ്പോൾ അതാ കാലിനുള്ളിൽ നിന്ന് ചെരുപ്പ് അങ്ങോട്ട് തെറിച്ചിട്ട് ഇവിടെ ഉള്ളൊരു ചാലിക്ക് വീണിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇല്ലാത്തത് ഭാഗ്യം. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെരുപ്പ് കിട്ടൂലായിരുന്നു കേട്ടോ. അതങ്ങനെ ഒഴുകി പോകും. പിന്നെ ഹൈസിൻ്റെ കുടൻ്റെ കൊക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ചെരുപ്പൊക്കെ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാളെ പറയാൻ വിട്ടു കേട്ടോ. വലിയ ആങ്ങളൻ്റെ മോളും ഉണ്ട് കേട്ടോ, ചെറിയ മോളും ഉണ്ട് ഞങ്ങളെ കൂടെ. ഓളാണ് കേട്ടോ ചെരുപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്. അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നടക്കാനുണ്ട് പറഞ്ഞാൽ ഒത്തിരി നടക്കാനുണ്ട്. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രക്കും ദൂരമായിട്ട് നടക്കുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് 14 ആളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ആങ്ങളൻ്റെ വീട്ടിലെത്തി. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ആങ്ങളൻ്റെ വീട് കേട്ടോ. അവിടെ എത്തി. ആങ്ങളക്ക് തൊട്ടപ്പുറത്ത് വീട്ടിൽ തന്നെ പണി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തെങ്ങ് തുറക്കേ തോല് വെട്ടേ അങ്ങനെ എന്തൊക്കെയോ പണിയായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇതാ അവിടുന്ന് താത്താനും കണ്ടു. കുട്ടികൾ 2 ഉണ്ട് കേട്ടോ. ഓല് 2 ദർസിലാണ്. അതുകൊണ്ട് ഓല് ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ വന്നിട്ട് മക്കൾ ഇതാ ഇങ്ങോട്ട് ഓടണേ. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾ പോണത്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ. പോകുമ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണേ. എല്ലാവരും നല്ല രസത്തിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളച്ചാട്ടം കാണാനുള്ളതല്ലേ, അതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും. ഇന്നതിനൊക്കെ ചാടി പുറപ്പെട്ടത് എന്നും നമ്മൾ ചട്ടിയും പാത്രമായിട്ടല്ല വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചട്ടിയും പാത്രവും കൊണ്ട് വരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ചിലവരൊക്കെ പറയുന്നുണ്ട് ഒരു വെറൈറ്റി ഒക്കെ ആക്കിക്കൂടെയെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ദൂരമൊക്കെ നടന്ന് വന്നത്. പിന്നെ വണ്ടിക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 വണ്ടി വരേണ്ടി വരും കേട്ടോ. ഒരു വണ്ടിയിൽ ഞങ്ങൾ എന്തായാലും കൊള്ളൂല. ഇങ്ങനെ അമ്മക്കാട് പോകാൻ പറ്റുമോന്നാവല്ലേ? കുട്ടിയെ ഇങ്ങനെ പോയാ എങ്ങടാ? അവിടെ എത്തുവാ? മേൽ റോട്ടുമ്പോ എത്തുവാ? അപ്പൊ ഗായ്സ് നമ്മൾ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ് കേട്ടോ. വരൂ. ഓരൊക്കെ പോയി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളും ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ ദൂരേക്കും കുളിക്കാനൊക്കെ ഇറക്കിയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് തിരിച്ചു പോവാം. അപ്പോൾ ഞങ്ങളെ കയ്യിലൊക്കെ ഒരു കവറുണ്ട് കേട്ടോ. ഞാൻ എങ്ങോട്ട് ഇറങ്ങിയാലും എന്തെങ്കിലും ഒരു കവർ എൻ്റെ കയ്യിലുണ്ടാവും. ഇന്നത്തെ എൻ്റെ കവറ് വേറെ ഒന്നുമല്ല, ഐസുക്കുട്ടീൻ്റെ ഡ്രസ്സും ഒരു തോർത്തുമുണ്ടുമാണ് കേട്ടോ. ഓനെന്തായാലും തല നനക്കും. അപ്പോൾ തോർത്തെടുക്കാനാണ്, നാളെ സ്കൂളുള്ളതല്ലേ, വെറുതെ ഒരു പനി വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഓൻ ഇന്നലെയൊക്കെ മഴയത്ത് ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ മുറ്റത്ത് മഴയൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ടോടും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ജലദോഷമൊക്കെ വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇന്ന് ഇവിടേക്കും കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വെള്ളമൊക്കെ തലയിലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ ഞാനൊരു തോർത്തുണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് തോർത്തി കൊടുക്കാനും. അപ്പോൾ ഇന്നത്തെ കവറിൽ അതാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഇതാ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാല് കുത്തുമ്പോക്കിനടിയിൽ നല്ല മണ്ണുണ്ട് കേട്ടോ. മണ്ണൊക്കെ കൂടെ അങ്ങോട്ട് കലങ്ങാണ്. ഞങ്ങൾ വരുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കൂടെ വന്നിട്ട് അങ്ങോട്ട് എല്ലാവരും 14 ആളും കൂടെ ഇറങ്ങിയപ്പോൾ വെള്ളമൊക്കെ കൂടെ ചുവപ്പ് കളറായിട്ടാണ്. എന്നാലും ആ ചുവപ്പ് കളറ് വെള്ളമായാലും ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ ഞാനും കുട്ടികളൊക്കെ കൂടെ താത്തമാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ചു. ഇത്രയും നേരം നടന്നു വന്നതല്ലേ. ഇങ്ങോട്ട് കാട്ടി ആടാ, ഇങ്ങനെ കാട്ടി ഇങ്ങോട്ടെ.
വെള്ളച്ചാട്ടമാണ്. നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ സന്തോഷിക്കാൻ ഈ ഒരു വെള്ളച്ചാട്ടം തന്നെ മതി. അടിയിലും ഒരുക്ക് നിൽക്കുക, ഒരു ആയവും ഇല്ല. പിന്നെ നമുക്ക് പേടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. പിന്നെ നമുക്ക് സാധാരണ വെള്ളച്ചാട്ടത്തിൻ്റെ ഇങ്ങനെ അടിയിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, മുകളിൽ വല്ല പാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേക്കൊന്നും വീഴുമെന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിച്ചു. കുട്ടികൾക്കൊക്കെ വേണ്ട ആരും മുങ്ങൂലട്ടെ, ചെറിയ കുട്ടി വരെ ഉണ്ട് ഇതിൽ, ആരും മുങ്ങണ വെള്ളമൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരത്തെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അവിടുന്ന് ഒരു പാള കിട്ടിയിട്ട്, അപ്പുറത്തൊക്കെ ഒരു പറമ്പാണ്, അവിടുന്ന് പാളൊക്കെ കിട്ടിയ പൈസ കൂടി അതിൽ ഇരുത്തിയിട്ട് ഞാൻ വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. കൊഞ്ചലട്ടാ. അപ്പൊ ഗായ്സ് ആകെ തന്നെ കിട്ടാ, ഇത് നല്ല വെയിലുണ്ട്, ഇതിൽ നല്ല ഉണങ്ങും. പിന്നെ ആ വൈക്കാണ് ഞങ്ങൾ പോണ കിട്ടാ. ഓൽക്ക് അറിയണ ആരുണ്ടാവും. വൈക്ക് അങ്ങോട്ട് പോയോ കേട്ടെ, എങ്ങടെ അത് പോടുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങോട്ട് പോവുക. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയട്ടെ, എല്ലാവരും കൂടി കണ്ടിട്ട് പറയാൻ കിട്ടണില്ല, ഇടയ്ക്ക് ചെറി വരികയാണ്, അതാണ് ചിരിച്ചത്. പിന്നെ ആകെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പകുതി എത്തിയപ്പോൾ തന്നെ നല്ല വെയിലാണ് ഇട്ടെന്ന്. അപ്പം തന്നെ ഞങ്ങളെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഉമ്മമാരുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കൊക്കെ പിന്നെ വേറെ ഇട്ടതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ഞങ്ങളാണ് ആകെ നനഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പൈസ എടുത്തിരുന്നു കേട്ടോ ഒരു ദാത്തൂന്. അപ്പോൾ അതിന് പിന്നെ എൻ്റെ അടുത്ത് 20 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫ്രൂട്ടിയും അതേപോലെ തന്നെ ഓക്കെ പൊരീൻ്റെ മിക്സർ ഉണ്ടല്ലോ അതും, പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടൊരു പാക്കറ്റ് ഉണ്ടല്ലോ അതും, അങ്ങനത്തെ പാക്കറ്റുകളും വാങ്ങിനു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വീട് കണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിയിട്ട് ഓലെ കിണറ്റിൽ നിന്ന് കോരാൻ പറഞ്ഞിട്ടോല് കപ്പൊക്കെ തന്നു. ഞങ്ങൾ അങ്ങോട്ട് കോരി വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ച് നേരം ഇരുന്ന് പിന്നെയും നടന്ന് അങ്ങനെ ഇങ്ങോട്ട് കയറുമ്പോൾ വെയ്ക്കൂലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയ പാടെ തന്നെ നമ്മൾ അയൽവാസീൻ്റെ അവിടെ എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ. ഉച്ച ടൈമാണ് ഇന്ന്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വെയിലൊന്നുമില്ല കേട്ടോ, ഇവിടെ ഒരു മയക്കാറ് മൂടിയിട്ടായിരുന്നു. അവിടുന്നൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ പിന്നെ ഐസുക്കുട്ടി അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഓന് ഊനാലാടുകയാണ്, ഓനും വീനും ഒക്കെ കൂടെ. മറ്റവരൊക്കെ അവിടെ കണ്ണുപൊത്തിക്കളിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഊനാലൊക്കെ ഓനെ ആട്ടി കൊടുത്തിട്ട് ഞാനിത് അവിടുന്ന് എടുത്തിട്ട് ഓനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഓന് വരാൻ തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, എങ്ങനെയൊക്കെ എടുത്തിട്ട് പലതും പറഞ്ഞ് സോപ്പിട്ടിട്ട് ഓനെ വീട്ടിലേക്ക് കൊണ്ടുവരാണ് ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.